ഹലോ ഗായ്സ്, ഡേ 2 നമ്മൾ എല്ലാവരും റെഡിയായി. നമ്മൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. രാവിലെ തന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇനി ഫസ്റ്റ് പോകുന്നത് ബോട്ട് ഹൗസിലാണ്. ബോട്ട് ഹൗസിൽ നിന്ന് നമ്മൾ പിന്നെ അടുത്ത് പ്ലാൻ ചെയ്യും കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ പോകണമെന്നുണ്ട്, നോക്കി നോക്കട്ടെ, സമയം ഉണ്ടെങ്കിൽ നമ്മൾ പോകും. എന്തായാലും പോയിരിക്കും. എന്താ പറയുള്ളത്, ഇതാ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. കുഴപ്പമില്ല, ആ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ബോട്ട് ഹൗസിൻ്റെ അവിടെയാണ്. അപ്പോൾ നമ്മൾ ബോട്ട് ഹൗസ് ഡേറ്റ് സ്റ്റാർട്ട്. അപ്പം നമ്മളങ്ങനെ ഊട്ടി ബോട്ട് ഹൗസിലേക്ക് എത്തി. നമ്മൾ ബോട്ട് ഹൗസിൻ്റെ ഇത് കാണിച്ചു തരാം. നല്ല തിരക്കുണ്ട്, ഇന്ന് ശനിയാഴ്ചയാണ്. നല്ല തിരക്കുണ്ട്. 75 രൂപ 3 രൂപ കിട്ടി. അപ്പോൾ നമ്മൾ നേരെ എൻട്രി. ഐ ലവ് ഊട്ടി. പാഡൽ ബോട്ട്, നല്ല തിരക്കുണ്ട്. സ്പീഡ് ബോട്ട് ഉണ്ട്. പാഡൽ ബോട്ട് 2 പേർക്ക് 325, 4 സീറ്ററുകൾ 475. എന്താ പോണ പോക്ക്, ഇതൊക്കെ വീഴാൻ വരണ പോലെ ഉണ്ട്. ഒന്നും വീഴില്ല, പക്ഷെ നമുക്ക് തോന്നുന്നുണ്ട് അതേപോലെ വരണം പോകുന്നുണ്ട്. ഇത് കാണുമ്പോ പേടിയാവണില്ലേ, വീഴാൻ പോണ പോലെ? റോട്ട് പിന്നെ ചെരിഞ്ഞിട്ട് തന്നെയല്ലേ പോവാ. ഞങ്ങൾ പെഡൽ ബോട്ട് പോകണില്ല, പേടിയാണ്. വെള്ളം കണ്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വേറെ പോവാ പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ വെള്ളം കണ്ടപ്പോൾ അവർക്ക് പേടിയാത്രേ പോവാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ പോകണില്ല. എന്താ നിങ്ങൾക്ക് പേടി? എന്തൊക്കെ പേടി വെള്ളം കണ്ടപ്പോൾ ഇത്ര പേടി? പേടിയോ വേണ്ടോ? സ്നേഹയ്ക്ക് പേടിയില്ല, സ്നേഹയ്ക്ക് പേടി. അതുകൊണ്ട് പിന്നെ എന്താ ചെയ്യാല്ലേ. ജ്യൂസ്, കരിമ്പ് ജ്യൂസ് രാവിലെ ജ്യൂസ്. നല്ല കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ നമ്മളെ ഫേവറേറ്റ് സാധനം മെഷീനുണ്ട്, റിലാക്സ് മെഷീൻ. അത് ചെയ്യണമെന്നാണ്. അത് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ചെയ്യാം. ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ട് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി ലവ് ചിഹ്നത്തിൻ്റെ അടിപൊളിയാണ്. ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ. അങ്ങനെ ഞങ്ങളവിടുന്ന് ആ ലവ്ന്ന് ഒരു ഫോട്ടോ എടുത്തു. ഞങ്ങളൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഫോട്ടോയിൽ കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി. സ്നേഹയ്ക്ക് ഇഷ്ടമായി. സ്നേഹ എടുത്ത് തന്നു കേട്ടോ. സ്നേഹയ്ക്ക് കൊടുക്കണ ഒരു തമ്പ്. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവാം. ബോട്ട് ഹൗസിൽ മിനി ട്രെയിൻ ഉണ്ട് കേട്ടോ. ഒരു സംഭവം അടിപൊളി. വണ്ടി സ്റ്റാർട്ടാക്കി. ടിക്കറ്റ് കൗണ്ടർ, മിനി സ്റ്റേഷൻ, റെയിൽവേ. സ്വീറ്റ് കോണും അടിച്ചു, ചോളം അടിച്ചു. ടേസ്റ്റ് ഉണ്ടോ? എരിവാ? സംഭവം നോക്കിയാൽ സംഭവം മറ്റേ ശരിക്കും റെയിൽവേ സ്റ്റേഷൻ്റെ അതേ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ബോട്ട് ഹൗസിൽ നിന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി റെയിൽവേ സ്റ്റേഷൻ പോവുകയാണ്. ഇതിൻ്റെ കയ്യിലേക്കാണ് ഇതുണ്ട് വെള്ളം, 5 ലിറ്ററിൻ്റെ. ഈ തമിഴ്നാട് ഊട്ടി കൊടൈക്കനാലൊക്കെ അവിടെയൊക്കെ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ കിട്ടില്ല, 5 ലിറ്ററിൻ്റെ ഉള്ള സംഭവം നന്നായിട്ട്. ഓക്കെ, എന്നിട്ട് കൊയ്യൊക്കെ കഴിച്ചിട്ടേ നമ്മളോട് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളോട് നേരെ പോവാം ലവ് ഡാലി റെയിൽവേ സ്റ്റേഷൻ. ഞാൻ അവിടെ നിന്നാണ്. നമ്മൾ ലവ് ഡേയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ട്രെയിൻ. വന്നോ? ട്രെയിൻ വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ട്രെയിൻ വരും. അടുത്ത തിരക്ക് തോന്നുന്നു. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ ലവ് ഡേ. സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. വന്നോ? ട്രെയിൻ നിൽക്കണേ. ട്രെയിൻ നിൽക്കണം ഗൈസ്. ലവ് ഡാലി റെയിൽവേ സ്റ്റേഷൻ. കറക്റ്റ് ടൈമിൽ ട്രെയിൻ വന്നു. അത് ഉണ്ട്. നല്ലൊരു
വീഡിയോ തന്നെ എടുക്കാൻ പറ്റി. ഹായ് മഗോസ്. ട്രെയിൻ വരുന്നുണ്ട്, ലൗഡയിലേക്ക് ട്രെയിൻ വരുന്നുണ്ട്. Hi guys. അങ്ങനെ 2 ട്രെയിൻ കൂടിയും അടുത്ത ട്രെയിൻ ഇതാ പോവാണ് ഓപ്പോസിറ്റ്. അടിപൊളിയായിട്ടാ ഈ ട്രെയിൻ, അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ട്രെയിനെല്ലാം പോയി. നല്ലൊരു വലിയൊരു മരം ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ട്രെയിനൊക്കെ പോയി റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു തരാം. എക്സിറ്റ് 12:30 മണി കഴിഞ്ഞു. സ്റ്റേഷൻ മാസ്റ്റർ നല്ലൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോഴേക്കേ ഇതില്ലേ തേങ്ങയുടെ സംഭവം മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ കഴിച്ചോക്കി. നല്ല ഇഷ്ടമായ സംഭവം. നല്ല ഒരു മുറിക്ക് ഒരു മുറിയല്ല, ഒരു തേങ്ങയ്ക്ക് 100 രൂപ. വലിയ മുറിയാണ്. ഇങ്ങനെ ബൊട്ടാനിക്കൽ ഗാർഡൻ എത്തിക്കഴിഞ്ഞു. നേരെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എത്ര ഒരാൾക്ക് രൂപ ആവും? 50 രൂപ. ഒരാൾക്ക് 100 രൂപ കേട്ടോ. 3 പേര് 300. അപ്പോൾ നമുക്ക് നേരെ എൻട്രി കയറാം. ഫസ്റ്റ് വന്നപ്പോഴോ ഫാമിലി ആയിട്ട് എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ ആദ്യം വരുമ്പോഴല്ലേ ഫസ്റ്റ് നമ്മൾ ഗ്ലാസ് ഹൗസിലേക്ക് പോവാണ്. ചെടി എല്ലാം ചെടി ഫുള്ള് റോസാപ്പൂ ടൈപ്സിലുള്ള ചെടികളാണ്. ഏത് ഏയ് ഇത് അത് കാണിക്കുന്നതായിരുന്നു. ഇതൊരു നല്ലൊരു സ്ഥലമാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്കുള്ള സ്ഥലമാണ്. ഡോണ്ട് ടച്ച്. ഓക്കെ, ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല, പക്ഷെ നമ്മൾ ടച്ച് ചെയ്യും. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഈ പച്ചപ്പ് അതാണ്. ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇതാണ് മെയിൻ സ്ഥലം. പക്ഷെ ഇത് ഇതിനുള്ളിൽ നോ എൻട്രി. നമ്മളൊക്കെ ഇടുന്ന കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും അടിപൊളിയാവും.
ഒരു ഇന്ത്യയുടെ ഭൂപടം ചെടികൾ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. തമിഴ്നാട് നമ്മൾ ഹിയർ നമ്മൾ ഇവിടെ നിൽക്കാം. ഹിയറിൻ്റെ അവിടെ നമ്മൾ നിൽക്കാം. എന്താണ് തെലങ്കാനയിൽ ഉണ്ടാവില്ല. ബോർഡറാണ്. ശ്രീലങ്ക ഉണ്ടോ? ശ്രീലങ്ക തമിഴ്നാട്ടിലെ സ്നേഹ കഴിക്കാൻ പഠിച്ച് കൊണ്ടുവന്ന് വരുന്നുണ്ട്. ബ്രെഡ് ഓംപ്ലേറ്റ്. എന്താ പോപ്കോൺ ആണോ അത്? ചിക്കൻ പോപ്പ് നഗറ്റ്സ് ആണോ? വെജ്. എന്തായാലും തംസപ്പ്, വെറുതെ ഒരു തംസപ്പ് കുടിച്ചു. അപ്പോൾ നമ്മൾ ബൊട്ടാനിക് ഗാർഡനിൽ നിന്ന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഇറങ്ങും. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ നല്ല കോട നോക്കി നോക്ക്, ഫുള്ള് കോട മഞ്ഞ്. താഴൊക്കെ നല്ല സ്ഥലമുണ്ട്. അതാ പോകണുണ്ടോ മേഘ താഴെ ഗൈസ്? അപ്പോൾ അതാ ട്രെയിൻ പോകണത് കാണിച്ചു തരാം. നോക്കി നോക്ക്, ഊട്ടി ട്രെയിൻ പോകണത് കണ്ടോ? സിംബോ അടിപൊളി ഉണ്ട് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ മേട്ടുപ്പാളം എത്തി. ഏകദേശം 8:30 മണിയായി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ വന്ന് ഓർഡർ ചെയ്തു. ഭക്ഷണം വന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കഴിക്കാൻ പറഞ്ഞാൽ ഫ്രൈഡ് റൈസും ചെവി ഗ്രേവി ചിക്കനും അങ്ങനെ തുടങ്ങി അല്ലേ. ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു. സ്നേഹ ബിരിയാണി. നമ്മളെ വീട്ടിലേക്ക് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിച്ചിട്ട് സേഫായിട്ട് വീടാൻ തരാം.